ശക്തമായ മഴയിൽ തൃശൂർ ചക്കംകണ്ടം റോഡിൽ വെള്ളക്കെട്ട്. കാനകളുടെ ശുചീകരണവും മണ്ണ് നീക്കലും നടത്താത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന ആരോപണം. വാഹനങ്ങളുടെ അമിത വേഗത കടയിലേക്ക് വെള്ളം അടിച്ചു കയറുന്നതിന് കാരണമാകുന്നുവെന്നും വ്യാപാരികൾ. ഇവിടെ ഞാൻ ഒരു 30 വർഷം 29-30 വർഷത്തോളമായി ഇവിടെ കച്ചവടം ചെയ്യുന്നു. അവിടെ എല്ലാ പ്രാവശ്യവും മഴ വരുമ്പോഴും ഇതാണ് സ്ഥിതി. വണ്ടികൾ പോകുമ്പോൾ ഇവിടെ ഈ കടയിലേക്ക് ഓളം അടിച്ചു കയറിയിട്ട് കടയുടെ അകത്തേക്കും വെള്ളം വരുന്നു. അപകട ഭീഷണി ഉയർത്തി തൃശൂർ കണ്ടശാംകടവ് പാലം റോഡിലെ വൻമരങ്ങൾ. നിരവധി വാഹനങ്ങൾ പോകുന്ന പ്രധാന പാതയിലാണ് മരങ്ങളുടെ ഉണങ്ങിയ ചില്ലകൾ അപകട ഭീഷണിയാകുന്നത്. അധികൃതർ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തം. കനത്ത കാറ്റിലും മഴയിലും മരം കടപുഴകി വീണ് വൈദ്യുതി പോസ്റ്റും മതിലും തകർന്നു. കടപുഴകി വീണത് അന്തിക്കാട് സ്വദേശി സിയാദിന്റെ വീട്ടുതൊടിയിലെ മരം. KEB പ്രദേശത്തേക്കുള്ള വൈദ്യുതി ഓഫാക്കിയതിനാൽ അപകടങ്ങളുണ്ടായില്ല. ആലപ്പുഴയിൽ പുരോഗമന കലാസാഹിത്യ സംഘം ചെങ്ങന്നൂർ ഏരിയ കമ്മിറ്റിയുടെയും പെണ്ണുക്കര വിശ്വഭാരതി ഗ്രന്ഥശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ CMP അനുസ്മരണം നടത്തി. ആല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. KSCMMSC ചെയർമാൻ MH റഷീദ് ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ആമയഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കം ചെയ്യാനിറങ്ങിയ ഫയർഫോഴ്സ് ടീം അംഗം രഞ്ജിത്തിനെ അനുമോദിച്ചു. BJP കാട്ടക്കട ഏരിയ പ്രസിഡന്റ് സജീവ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അനുമോദനം. N കോടീശ്വർ സിംഗ്, R മഹാദേവൻ എന്നിവരെ സുപ്രീം കോടതി ജഡ്ജിമാരായി നിയമിച്ചു. സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശുപാർശ പ്രകാരമാണ് തീരുമാനം. കോടീശ്വർ സിംഗ് ജമ്മുകാശ്മീർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും മഹാദേവൻ മദ്രാസ് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസുമാണ്. മണിപ്പൂരിൽ നിന്ന് ആദ്യമായി സുപ്രീം കോടതി ജഡ്ജിയാവുന്ന ആളാണ് ജസ്റ്റിസ് കോടീശ്വർ സിംഗ്. 60ന്റെ നിറവിൽ തൃശൂർ അരിയന്നൂർ ശ്രീകൃഷ്ണ കലാലയത്തിൽ വാർഷികാഘോഷത്തിന് ഇന്ന് തുടക്കം. ആഘോഷം, സെമിനാറുകൾ, കലാകായിക സാംസ്കാരിക പരിപാടികൾ, ശാസ്ത്രമേളകൾ ഉൾപ്പെടെ 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളോടെ അധ്യാപക വിദ്യാർത്ഥികളുടെ മഹാസംഗമങ്ങളും ആദരിക്കൽ ചടങ്ങും നടക്കും. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. ആലപ്പുഴ ആല സർവീസ് സഹകരണ ബാങ്ക് അഴിമതി ED അന്വേഷിക്കണമെന്ന BJP. വ്യാജ വായ്പകളും നിക്ഷേപ തിരിമറിയും നടത്തി CPM നേതാക്കൾ വൻ തുകകളാണ് വെട്ടിച്ചതെന്ന ആരോപണം. കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ട BJP സഹകാരി സംരക്ഷണ ഉപരോധ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് കാരക്കാട് ഉദ്ഘാടനം ചെയ്തു. അമേച്ചർ നാടകരംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനം കാഴ്ചവെച്ച തൃശൂർ ഞമ്മനേങ്ങാട് തിയേറ്റർ വില്ലേജിന്റെ സ്ഥാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ അത്രപ്പള്ളി നാരായണൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കുന്നംകുളം മലങ്കര മെഡിക്കൽ മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം.